ഗായക സംഘത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അഭിനന്ദിക്കുകയാണ്. AIC ആസ്ഥാനത്ത് സമ്പൂർണമായ വന്ദേമാതര ഗാനം ആലപിക്കുമ്പോൾ ചില നിർദ്ദേശങ്ങൾ ആ സമയത്ത് തന്നെ ശ്രീമതി സോണിയാഗാന്ധിയും മല്ലികാർജുന ഖാർഗെയും നൽകുകയുണ്ടായി. എന്താണെന്നറിയില്ല. പക്ഷെ അവിടെ സമ്പൂർണമായി വന്ദേമാതര ഗാനം ആലപിച്ച ആ ഗായക സംഘത്തിന് ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അഭിനന്ദിക്കുകയാണ്. അതേപോലെ തന്നെ ഔദ്യോഗിക ചടങ്ങിൽ വന്ദേമാതര ഗാനം സമ്പൂർണമായി ആലപിച്ച കർണാടക മുഖ്യമന്ത്രിയായ DK ശിവകുമാറിനെയും അതുപോലെ തെലങ്കാന മുഖ്യമന്ത്രി രേവേന്ദർ റെഡ്ഡിയെയും ഹിമാചൽ പ്രദേശ് മുഖ്യമന്ത്രി സുഖവേന്ദർ സിംഗിനെയും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരള ഘടകം അഭിനന്ദിക്കുകയാണ്. അവർക്കെല്ലാവർക്കും അഭിനന്ദനത്തിൻ്റെ പൂച്ചെണ്ടുകളും അർപ്പിക്കുകയാണ്. മറ്റൊരു കാര്യം സൂചിപ്പിക്കുന്നത്, ഇന്ന് സ്വാതന്ത്ര്യ ദിനമാണ്. ഈ വന്ദേമാതര ഗാനം നിരോധിക്കുക വഴി വീര സവർക്കറെ പോലുള്ള ദേശസ്നേഹികളെ അപമാനിക്കുകയും അവഹേളിക്കുകയും ചെയ്ത വഴി UDF സർക്കാർ സംസ്ഥാനത്തെ പുതിയ തലമുറക്ക് എന്ത് സന്ദേശമാണ് നൽകുന്നത്? ദേശസ്നേഹത്തിൻ്റെ സന്ദേശമല്ല എന്നുറപ്പാണ്, മറിച്ച് ദേശവിരുദ്ധതയുടെ സന്ദേശമാണ് പുതിയ തലമുറക്ക് മുഖ്യമന്ത്രിയും അതുപോലെ UDF സർക്കാരും നൽകിയത് എന്ന് വ്യക്തമാണ്. ഒരു പുതിയ തലമുറയെ ദേശവിരുദ്ധ പാതയിലെ ദേശസ്നേഹത്തിൻ്റെ പാതയിലൂടെ സഞ്ചരിക്കുന്നതിന് പകരം ദേശവിരുദ്ധതയുടെ പാതയിലേക്ക് സഞ്ചരിക്കാൻ പ്രേരണ നൽകുകയാണ് സംസ്ഥാന സർക്കാർ ചെയ്തത്. ഇത് കൊടും ക്രൂരതയാണ്, കൊടും പാതകമാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഒരുപക്ഷെ മുഖ്യമന്ത്രിക്കും ഇത് UDFനും കോൺഗ്രസിനും ഈ ഭരണത്തിനും താഴെ ഇറങ്ങിയിട്ട് അവർക്ക് വേണമെങ്കിൽ ചെയ്തോട്ടെ. പക്ഷെ ഭരണത്തിന് നേതൃത്വം കൊടുക്കുമ്പോൾ പാർലമെന്റിനെ ബഹുമാനിക്കാൻ അവർ തയ്യാറാകേണ്ടതാണ്. ഭരണഘടനയെ ആദരിക്കാൻ തയ്യാറാകേണ്ടതാണ്. പക്ഷെ ഭരണഘടനയെയും അതുപോലെ തന്നെ ഈ പാർലമെന്റിനെയും ധിക്കരിക്കുക വഴി, വെല്ലുവിളിക്കുക വഴി അവർ ചെയ്തിരിക്കുന്നത് എന്താ? ഇത് രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും എതിരായിട്ടുള്ള ഒരു വെല്ലുവിളി തന്നെയല്ലേ സംസ്ഥാന സർക്കാർ നടത്തിയത്? അതുകൊണ്ട് ഇവിടെ കേരളത്തിൽ സർക്കാർ സ്പോൺസേഡ് ദേശവിരുദ്ധതയാണ് ഇപ്പം നടക്കുന്നത്. ഇതെല്ലാം തങ്ങൾക്ക് അധികാരത്തിലേറാൻ പിന്തുണച്ച തീവ്രവാദ സംഘടനകളെ പ്രീതിപ്പെടുത്താനും പ്രീണിപ്പിക്കാനുമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല.